മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ എല്ലാ കണക്കുകൂട്ടലും തകർന്നു പോകുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കരുണ തിരിച്ചു വന്നെങ്കിലും ഈ ദുർഗയ്ക്ക് കരുണയെ ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ദുർഗ വളരെ മോശമായി തന്നെയാണ് കരുണയോട് പെരുമാറുന്നത്. ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഇവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞില്ലേ അമ്മേ, അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ കൈ വിടുമെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ അതുകൊണ്ടൊന്നും അല്ല ഇവളെ കൊണ്ടുവന്നേക്കണത്, കുഞ്ഞുള്ള സ്ഥിതിക്ക് നീ മാക്സിമം കൊണ്ടുവരാതിരിക്കാനേ നോക്കുള്ളൂ. എന്തായാലും ഇപ്പം നീ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നിലെ ഇവളുടെ മുത്തശ്ശി നിനക്ക് എന്തെങ്കിലും സ്വത്തോ പണോ ആഭരണോ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാണ്ട് നീ കൊണ്ടുവരുമൊന്നുമില്ല എന്ന് പറയുമ്പം ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ്റെ സംസാരം കേൾക്കുമ്പം കരുണയ്ക്കും ചെറിയ സംശയമൊക്കെ ആവുന്നുണ്ട്. എന്നാലും കരുണ കണ്ണൻ്റെ മുന്നിൽ ഇങ്ങനെ തൊഴുത് നിന്ന് മാപ്പ് പറയുന്നുണ്ട്, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, ഈ പ്രാവശ്യത്തേക്ക് കണ്ണേറ്റം ക്ഷമിക്കണം, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ കുറ്റക്കാരി ആവണേ എങ്ങനെയാണ്, ഞാനന്ന് കൈക്കുഞ്ഞല്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ, നീ അന്ന് കൈക്കുഞ്ഞായിരുന്നു, പക്ഷേ ഈ അടുത്ത ദിവസമല്ലേ നീ മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടത്, അന്ന് നീ കൈക്കുഞ്ഞൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പോഴാണെങ്കിൽ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്നിട്ട് നീ ആ ഒരു ദ്രോഹം ചെയ്തപ്പം നിന്നെ ഇവിടെ കയറ്റാനേ കൊള്ളൂല. ആ സമയത്ത് ദുർഗയും പറയുന്നുണ്ട്, അത് നേരെ മോനെ, ഇവിടെ ഒരു കാരണവശാലും ഇവിടെ കയറ്റി താമസിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇവിടെ കൈവിട്ട് കളയാൻ പറ്റില്ല, അതിന് നിനക്ക് ഇവിടെ കൈവിട്ട് കളയാൻ പറ്റില്ലെങ്കിൽ നിനക്ക് ഇവളുടെ വീട്ടിൽ പോയി താമസിക്കാമല്ലോ, അല്ലെങ്കിൽ ഇവളുടെ മുത്തശ്ശിയുടെ വീടില്ലേ, ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ലെങ്കിൽ വാടകയ്ക്ക് ഏതെങ്കിലും വീടെടുത്ത് താമസിക്കണം, അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മ ഒന്നും പറയുകയൊന്നും വേണ്ട, എനിക്കിപ്പോൾ ആരെയും വിശ്വാസമൊന്നുമില്ല, ഇനിയിപ്പോൾ അമ്മയും ഇവരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണോ ഇതൊന്നും എനിക്കറിയില്ല, എന്തായാലും തൽക്കാലം ഇവളിവിടെ താമസിക്കട്ടെ, ഇനി ഇവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ മഹിയേയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ഞാൻ നിങ്ങളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടിട്ടില്ല, പക്ഷേ ഇനി ഇവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഇവിടുന്ന് അവളുടെ ഒപ്പം നീയും ഇറങ്ങേണ്ട വരുമെന്ന് ഉണ്ണീനോട് പറഞ്ഞതും ഉണ്ണി പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല എന്ന്. ആ സമയത്ത് കരുണയും പറയുന്നുണ്ട്, ഇല്ല കണ്ണേട്ടാ, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാന്ന്. അങ്ങനെ നമ്മളുടെ ഉണ്ണി കരുണയും വിളിച്ച് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ദുർഗ കർണനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് മോനെ അവളെ ഇവിടെ കയറ്റാൻ സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പം, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതും കമലേശ്വരത്തെ കുഞ്ഞാ, ആ കുഞ്ഞിനെ കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ അമ്മയെപ്പോലെ ദുഷ്ടനൊന്നും അല്ല എന്ന് പറയുമ്പം ഈ ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്, ഞാൻ അതല്ലട മോനെ ഉദ്ദേശിച്ച, അവൾ ഒരിക്കലും നന്നാവില്ല എന്ന് അവളുടെ അമ്മയും ചേച്ചിയും പറയണേ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് അവർക്ക് ഇവളുടെ സ്വഭാവം നല്ലോണം അറിയാവുന്നത് കൊണ്ട് അവൾ ഒരിക്കലും നന്നാവാൻ പോണില്ല എന്ന് എനിക്കും അറിയാം, പിന്നെ അമ്മയും ഉണ്ണിയും ശ്രമിച്ചാൽ ചിലപ്പോൾ അവൾക്കൊരു മാറ്റം സംഭവിക്കുമായിരിക്കും. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും ഉണ്ണി എന്ത് വിശ്വസിച്ചിട്ടാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരരുതെന്ന് അവനോട് പറഞ്ഞിരുന്നതാണ്, എന്നിട്ടും അവൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, വേറെ കാരണമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവളുടെ മുത്തശ്ശി അവനക്ക് കുറച്ച് സ്ഥലവും മുതലും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അവൻ ഒരിക്കലും കരുണയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമൊന്നുമില്ല, ഇപ്പോൾ തന്നെ കരുണയ്ക്ക് ഇനി ഒരുപാട് ചികിത്സയ്ക്കും ഇതിനൊക്കെ പൈസ വേണ്ടി വരും, അതൊക്കെ ചിലവാക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല ഉണ്ണി, എന്തായാലും അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവളെ വിളിച്ചുകൊണ്ട് വന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വേറെ ഒന്നും പറയണമൊന്നുമില്ല, ഇനി അവളുടെ ഭാഗത്തുനിന്നോ അവൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് എൻ്റെ ശരിക്കുള്ള സ്വഭാവം അവരറിയാൻ പോകുന്നത്, അവരെ ഞാൻ പിന്നെ ഒരിക്കലും ഈ കമലേശ്വരത്തേക്ക് കയറ്റൂല എന്ന്. ആ സമയത്ത് ദുർഗ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനെയും കരുണേനെയാണ്. കരുണയ്ക്കാണെങ്കിൽ ദുർഗയുടെയും കണ്ണൻ്റെയും ഒന്നും പെരുമാറ്റം ഒട്ടും ഇഷ്ടമാവണില്ല, പിന്നെ ഒന്നും മിണ്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ക്ഷമയോടുകൂടി മേളിലോട്ട് കയറി പോവാണ്. അങ്ങനെ റൂമിൽ ചെന്നതും കരുണ ആ ബാഗ് അങ്ങോട്ട് എറിയുന്ന സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്തേ കരുണ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, പിന്നെ ദേഷ്യം വരാതെ അമ്മയും അയാളും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അവർ നിന്നെ പൂജിക്കുമെന്ന് വിചാരിച്ചാണോ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്തായാലും നിൻ്റെ മുത്തശ്ശി നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മ നിന്നെ തല്ലിയാൽ പോലും പ്രതികരിക്കാൻ നിൽക്കരുത്, അതെല്ലാം കൊണ്ട് സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിന്നോളണമെന്ന്, അതുപോലെ നിൽക്കുകയാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് തന്നെ പോകേണ്ട വരുമെന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം, പിന്നെ ഞാൻ എങ്ങനെയാടി പറയേണ്ട, നീ എൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മോളാ, എന്നിട്ടും നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ടെന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, എന്ത് കാരണത്താലാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പം, അതൊന്നും ഇപ്പം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഇതിനു മുമ്പ് നീ പല പ്രാവശ്യം എന്നെ മണ്ണുണ്ണി ബുദ്ധിയില്ലാത്തവൻ മന്ദബുദ്ധി എന്നൊക്കെ
പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇനി നീ എൻ്റെ നേരെ നിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയുന്നു. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ വല്ലാതെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഈ കരുണയൊക്കെ പോയതിന് ശേഷം ആകെ സങ്കടത്തിലാണ്. കാരണം ഈ ഉണ്ണിയുടെ ഭാവവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഉണ്ണിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നുന്നുണ്ട്. ഇനി അവൻ സ്വത്തെല്ലാം വാങ്ങിയെടുത്തിട്ട് കരുണമോളെ വേണ്ടെന്ന് വയ്ക്കുമെന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷനായിട്ടിരുന്നിട്ട് പ്രതാപൻ്റെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനിത് ആരോടും പറയാതിരുന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഈ സത്യങ്ങളെല്ലാം പ്രതാപനെ അറിയിക്കണം. എന്തായാലും ഇന്ന് തന്നെ ജയിലിൽ പോയി അവനെ കാണണമെന്നും പറഞ്ഞ് ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ജയിലിലോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കരുണ ഇങ്ങനെ റൂമിലിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അവിടെ നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. അമ്മ എന്തിനാ എന്നെ അന്വേഷിക്കണേന്ന് ചോദിക്കുമ്പം ഇവിടെ ജോലിയില്ലേ, നീയല്ലേ ഇത്രയും ദിവസം ഇവിടെ ജോലി എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ജോലി എടുക്കാൻ വേണ്ടിയായിരിക്കും നിന്നെ അന്വേഷിക്കണേന്ന് പറയുമ്പോൾ എന്തായാലും ഇനി എനിക്ക് അങ്ങനെ ജോലി എടുക്കാനൊന്നും പറ്റില്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വലിയ റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നിൻ്റെ ചേച്ചിക്കും വയറ്റിലൊരു കുഞ്ഞുള്ളപ്പം അവരിവിടെ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലക്ഷ്മിയെ പോലെയാണോ, ലക്ഷ്മി ചെറുപ്പം മുതലേ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു, ഞാൻ ഇന്ന് വരെ ഒരു ജോലിയും ചെയ്യാണ്ടാണ് ജീവിച്ചത്, എൻ്റെ അച്ഛനും മുത്തശ്ശി എന്നെ അങ്ങനെയാണ് വളർത്തിയത്, എന്നിട്ടിപ്പോൾ പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ എന്നോട് ജോലി ചെയ്യാൻ പറയണേ എന്തിനാന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കണ്ണേട്ടനും ഇപ്പോൾ അമ്മയും കൂടെ ചേർന്ന്, അതുകൊണ്ട് നീ ജോലിയൊന്നും എടുക്കാതെ ഇവിടെ ഇരുന്നാൽ നടക്കുമെന്ന് തോന്നണില്ല, എത്രയും പെട്ടെന്ന് നീ താഴേക്ക് ചെന്ന് അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരുണയുടെ മുത്തശ്ശി പറഞ്ഞ ആ ഒരു കാര്യം കരുണ ഓർക്കുന്നുണ്ട്. കേസ് നടത്തി സർവ്വ സമ്പാദ്യം തീർന്നു കഴിഞ്ഞാൽ മോൾക്ക് ജീവിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല, അതുകൊണ്ട് മോൾ ഉണ്ണിയുടെ കൂടെ എങ്ങനെയെങ്കിലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ കരുണ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി താഴേക്ക് ചെല്ലുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ ഇത്ര നേരം എവിടെയായിരുന്നടി എന്ന് ചോദിക്കുമ്പം ഞാൻ റൂമിലായിരുന്നു അമ്മയെന്ന് പറയുന്നു. ആ സമയത്ത് നിന്നെ റൂമിലിരിക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യിക്കാനായി, എന്തായാലും സർവ്വ പണി നീ തന്നെ ചെയ്യേണ്ടി വരും, കണ്ണൻ മോന് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും നീ ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ഈ ദുർഗയാണെങ്കിൽ കണ്ണന് ഇഷ്ടമുള്ള ഓരോരോ സാധനങ്ങൾ ഈ കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണോ, അമ്മയ്ക്ക് ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കുമ്പം നീ എന്നോട് തിരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടേ, ഇത്രയും നാളും നീ എന്തായാലും ഇവിടെ രാജകുമാരിയെ പോലെയല്ല ജീവിച്ചേ, ഇനിയിപ്പോൾ നീ അങ്ങനെ ജീവിക്കണ്ട, ഇനി നീ ഞങ്ങളുടെ എല്ലാവരുടെയും ദാസിയായിട്ട് ഇവിടെ ജീവിച്ചാൽ മതി, ഒന്നുമില്ലെങ്കിലും എൻ്റെ താലി അറുത്തവൻ്റെ മോളല്ലേ നീ, നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ദുർഗയും എതിരായതോടുകൂടി കരുണയ്ക്ക് പിന്നെ ആശ്രയിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ജയിലിൽ പ്രതാപനെ കാണാൻ വന്നതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അമ്മയെ മോളെന്തേ, മോളെ കൊണ്ടുവരാത്ത എന്തേന്ന് ചോദിക്കുമ്പം അത് മോനെ ഇന്ന് മോളെ ഉണ്ണി വന്ന് വിളിച്ചുകൊണ്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞാൽ ഉണ്ണി വന്ന് വിളിച്ചുകൊണ്ടോ എന്നോ, അതൊരിക്കലും സംഭവിക്കേണ്ടതല്ലല്ലോ എന്ന് പറയുമ്പം അതൊക്കെ സംഭവിച്ചു, അവൻ എന്തിനാ വിളിച്ചുകൊണ്ടോ എന്ന് ചോദിക്കുമ്പം അവനൊരു കാരണമുണ്ട് മോനെ, എൻ്റെ പേരിലുണ്ടായിരുന്ന ആ വീടും സ്ഥലമില്ലേ അത് ഞാൻ അവൻ്റെ പേരിൽ പ്രമാണം ചെയ്തു കൊടുത്തു, അതുപോലെ തന്നെ എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പൈസയും ആഭരണങ്ങളെല്ലാം ഞാൻ അവനക്ക് കൊടുത്തു, അതുകൊണ്ട് അവൻ കരുണമോളെ കൊണ്ടുപോയത്, ഉണ്ണി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തവനൊന്നും അല്ല മോനെ, അവനക്ക് സ്വത്തിനോടും പണത്തിനോടും മാത്രം ആർത്തിയുള്ളൂ, അല്ലാതെ നമ്മളുടെ കരുണമോളോട് അവനോട് സ്നേഹമൊന്നുമില്ല, അതിലൊക്കെ നല്ലത് ആ കണ്ണൻ തന്നെയാണ്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്നാലും അമ്മ എന്ത് വലിയ ചതിയാണ് ചെയ്തത്, അവൻ അമ്മയുടെ സ്വത്തൊക്കെ എന്തിനാ അമ്മ എഴുതി കൊടുത്തത്, ഇനി അവൻ മോളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലടാ, അവൻ്റെ മുഖഭാവം കണ്ടിട്ട് ആ സ്വത്തും മുതലൊക്കെ അവൻ്റെ കയ്യിലായി കഴിയുമ്പം അവൻ നമ്മുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടോ പ്രതാപ എന്ന് പറഞ്ഞതും പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും അമ്മ എന്ത് മണ്ടത്തരാ ചെയ്തത്, അവൻ എന്തിനാ അമ്മ എല്ലാം എഴുതി കൊടുത്തത്, ഉള്ള സ്വർണവും കൊടുത്തു പൈസയും കൊടുത്തു, അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലവും വീടും കൊടുത്തില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മ, ഇപ്പം തന്നെ എൻ്റെ കേസ് നടത്താൻ ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ വിൽക്കേണ്ട വരും, അമ്മ എന്ത് മണ്ടത്തരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടാ, കരുണമോൾ ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവുകയെന്ന് അറിഞ്ഞിട്ട് കരുണമോളെ ഭർത്താവിൽ നിന്ന് പിരിച്ച് നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റില്ലല്ലോ, അമ്മയാവാൻ പോണില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വേറെ വിവാഹം കഴിച്ചയക്കായിരുന്നു എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, കഷ്ടകാലം വന്നപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചല്ല വന്നേ, ഇതിനെല്ലാം കാരണക്കാരൻ നീ അല്ലേടാന്ന് ഈ പ്രതാപൻ്റെ അമ്മ ചോദിച്ചതും പ്രതാപൻ പറയുന്നുണ്ട്, ഞാനല്ല അമ്മ, ഈ വാമദേവനെ അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പോട്ടയുടെ പ്രതാപമെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കാണിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മിനെയാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനായിട്ട് ആസ്പത്രിയിൽ വന്നേക്കാണ്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, താനൊരു വിവരം അറിഞ്ഞോ, എന്ത് വിവരമാണെന്ന് ചോദിക്കുമ്പം കരുണ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഈ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ആരാ കരുണയെ വീട്ടിലോട്ട് വിളിച്ചു വിടുന്നതെന്ന് ചോദിക്കുമ്പം ആര് കൊണ്ടുവരാനാ, ഉണ്ണി തന്നെ വിളിച്ചു വിടുന്നത്, അതെന്താ അവൻ അങ്ങനെ ചെയ്ത്, അവനങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടവനല്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ബലമായ സംശയം കരുണയുടെ മുത്തശ്ശി അവന് വലിയ സ്ഥലമോ വീടോ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അവൻ ഒരിക്കലും ഇതുപോലെയൊന്നും ചെയ്യില്ല, സ്വത്തിനോടും പണത്തിനോടും അവന്
നിനക്ക് ആർത്തി ഉള്ളതുകൊണ്ട് അവൻ അത് കേട്ടപ്പം അവളെ വിളിച്ചു കൊണ്ടുവന്നതായിരിക്കുമെന്ന്. എന്നിട്ട് കണ്ണേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ അവനോട് ചോദിച്ചു ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുള്ളത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തതെന്ന്. എന്തായാലും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മയും അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ശരിക്കും അമ്മയിൽ മാറ്റം ഉണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവരും അഭിനയിക്കണയാണോ എന്ന് അറിയില്ലല്ലോ, എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, നമ്മളങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനും പാടില്ല മഹീന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടനായിട്ട് അവരെ എതിർക്കാനൊന്നും പോകണ്ട, എന്തായാലും കർണ ഒരു അമ്മയാവാൻ പോവുമല്ലേ, ഉണ്ണിയുടെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അവൾക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ അവളുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെയും ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം അമ്മ ഇപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കണേ, അതിന് അമ്മയുടെ അഭിനയമാണോന്നൊന്നും എനിക്കറിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ജയിലിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് വാമദേവൻ്റെ പുറംവഴിക്ക് ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ എഴുന്നേറ്റിട്ട് നിനക്ക് എന്നാടാ പ്രതാപ പ്രാന്തായോ, നീ എന്തിനാടാ എന്നെ ചവിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ചവിട്ടുമല്ല ചെയ്യേണ്ട, കൊല്ലുക വേണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നീ തകർത്തില്ലടാന്ന് ചോദിക്കണം. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ എന്താടാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ എന്നാ കൊട്ടേഷൻ തന്ന് ഞാൻ ആ വിശ്വനാഥനെ കൊന്നതുകൊണ്ടല്ലേ എൻ്റെ മോളുടെ ജീവിതം ഇപ്പം ഇങ്ങനെയായത്, ഞാനും എൻ്റെ അമ്മയും ജീവിക്കുന്നത് തന്നെ എൻ്റെ മോളുടെ സന്തോഷം കാണാനായിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായിടാന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താടാ പ്രതാപ സംഭവിച്ചതെന്ന് ചോദിച്ചതും നിനക്കൊന്നും അറിയില്ല അല്ലേ, ആ ഉണ്ണി എൻ്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലവും വീടൊക്കെ അവൻ്റെ പേരിൽ എഴുതി വാങ്ങി, എന്നിട്ട് അവൻ കർണമോളെ വീട്ടിലോട്ട് കൊണ്ടുപോയേക്കണേ, ഇനി ആ സ്വത്തും പണവും പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ മോളെ ഉപേക്ഷിക്കാനും മടിക്കില്ല എന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്കും ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോടാ എനിക്ക് സ്വത്തൊക്കെ എഴുതി കൊടുത്തത്, നീ ഉണ്ണിയെക്കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ, അവനക്ക് സ്വത്തിനോടും മുതലിനോടും മാത്രം ആ താല്പര്യമുള്ളൂ, അവൻ കണ്ണനെ കൂട്ടല്ല, അവനക്ക് അവൻ്റെ അമ്മയുടെയും എൻ്റെയൊക്കെ സ്വഭാവം കിട്ടിയേക്കണേന്ന്. അത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാണോടാ നീ എന്നെയും എൻ്റെ മോളെയും ചതിച്ചതെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ഇടി കൂടുമ്പം മറ്റ് ജയിൽ പുള്ളികൾ വന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ കണ്ണന് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്നിങ്ങനെ നിറച്ചും വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കർണ മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടിട്ട് കർണയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കർണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തള്ളയുടെ സ്വഭാവമൊക്കെ മാറിയല്ലോ, ഇപ്പം മൂത്ത മോൻ്റെ കാര്യം മാത്രമേ തള്ളയ്ക്ക് ഓർമ്മയുള്ളൂ, എന്തായാലും ഞാൻ ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നതും ദുർഗ പറയുന്നുണ്ട് നീ എന്താടി ഇങ്ങനെ നിൽക്കണേ, അടുക്കളയിൽ പോയി വെള്ളമൊക്കെ എടുത്തു കൊണ്ടാടിയെന്നും പറഞ്ഞ് ഒച്ച എടുത്തതും ഈ കർണയാണെങ്കിൽ അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്. പുറകെ ചെന്ന ദുർഗ കർണയോട് പറയുന്നുണ്ട് എന്താടി നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം, അല്ല അമ്മ ഇപ്പോൾ കണ്ണേട്ടനെ മാത്രമല്ല ശ്രദ്ധിക്കണുള്ളൂ എന്ന് പറയുമ്പം നീ ഇനി അത് കാണാൻ പോകണുള്ളൂടി, എൻ്റെ മൂത്ത മകനെ സ്നേഹിക്കുന്ന നിൻ്റെ അമ്മായിയമ്മയെ നീ ഇനി കാണാൻ പോണത്, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകണില്ലടി എന്ന്. അത് കേട്ട് കർണ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.